ഞാൻ റീസെന്റ് ആയിട്ട് നമ്മുടെ ചെകുത്താന്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ ചെകുത്താൻ ലാലേട്ടന്റെ മൂവി നേര് അതിനെപ്പറ്റി ഒത്തിരി ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം ഞാൻ ആദ്യം തിയേറ്റർ ഉടമയെ വിളിച്ചു. ഇവിടെ പേയാടുള്ള SP സിനിമാസ് എന്ന് പറഞ്ഞ ആ തിയേറ്റർ ഉടമയിൽ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറയുകയുണ്ടായി, പടം സൂപ്പർ. ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ. നമ്മുടെ നേര് മൂവി ഇല്ലേ, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? സൂപ്പർ പടം. പിന്നെ ചേട്ടൻ കണ്ടോ? ഞാൻ കണ്ടു. പിന്നെ ആദ്യത്തെ ഷോ ഉണ്ട്. ആണോ? എങ്ങനെയുണ്ട്? ഫുള്ളാണോ? ഫുള്ള് എല്ലാ ഷോയും ഫുള്ള്. ഓക്കെ ഓക്കെ. എനിക്ക് അത് ഒന്ന് യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടി ഒരാൾ ഭയങ്കരമായിട്ട് മോഹൻലാലിന്റെ പടം കൊള്ളില്ല, കാണാതെ സിനിമ കാണാതെ കൊള്ളില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചത്. അടിപൊളി. ഓക്കെ അടിപൊളി. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷ് വർക്കി ചേട്ടനെ വിളിച്ചു. എങ്ങനെയുണ്ട് പടം? രണ്ടുപേരും ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ സന്തോഷ് വർക്കി, അതായത് നമ്മുടെ ആറട്ടെണ്ണം പറയുന്നത് എന്താണെന്നുള്ള നമുക്ക് കേൾക്കാനായിട്ട് പോവാം. ഓക്കെ. മൂവി കണ്ടായിരുന്നോ? ഭയങ്കര ഹിറ്റാണ്. ഭയങ്കര നല്ല മൂവിയാണ്. മൂവി കണ്ടോ? മൂവി കണ്ടു. ഫസ്റ്റ് കണ്ടു. ഉഗ്രം മൂവിയാണ്. ഉഗ്രാണ്. ഇതിന്റെ ഇടയിൽ ചെകുത്താൻ വന്നിട്ട് പറയുന്നത് ഭയങ്കര ബോർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സിനിമ അതൊട്ടും ശരിയല്ല. കാരണം ഒരു അൺറീസണബിൾ ആണ് മോഹൻലാലിനത്ര. നേരെ പുള്ളി കണ്ടിട്ട് പോലുമില്ല. ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് മുമ്പ് പുള്ളി വിളിച്ചു ചോദിച്ചു പടം മോശമാണോ? ഞാൻ വളരെ നല്ലതാണ്. പൊളിയാണ്. നല്ല പടമാണ്. ഭയങ്കര ഹിറ്റുമാണ്. ശരി. ലാലേട്ടൻ ആറാടുവാണ്. ലാലേട്ടൻ ആറാടിയാണ്. ലാലേട്ടന്റെ സമയം തുടങ്ങി. അതെ എല്ലാരും കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ ഈയിടെ ആയിട്ട്. തുടരെ സിനിമ പൊളിയുന്നൊക്കെ പറഞ്ഞു. അല്ല, ലാലേട്ടന്റെ കാലം തുടങ്ങി. ഇപ്പൊ അടുത്ത വർഷം മമ്മൂട്ടി മോളെ കോമ്പറ്റീഷനായി. അടുത്ത നമ്പറെ വേണ്ടി ഞാൻ അന്ന് വാങ്ങിച്ചായിരുന്നു നമ്പര്. ആൾക്കാർ ഇങ്ങനെ അൺറീച്ചബിൾ ആളിനോട് എനിക്ക് യോജിപ്പില്ല. ജയ്സാൻ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ എനിക്ക് പുള്ളി ഒരിക്കലും ഞാൻ പറയുന്നത് ലോങ് ആയിട്ട് മികച്ച നടൻ തന്നെ മോഹൻലാൽ തന്നെയാണ്. പുള്ളി അതുപോലും അംഗീകരിക്കുന്നില്ല. അതൊരു അൺറീച്ചബിൾ ആയിട്ടുള്ള ഇതാണ്. ചെകുത്താനെ കുറിച്ച് ഭയങ്കര ബാക്കിയായത് പറഞ്ഞ ശരിയാണ്. പക്ഷെ ലാലേട്ടോട് പറഞ്ഞ ശരിയല്ല. എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറും നേര് കൊണ്ടുപോയിരിക്കുക. കൊണ്ടുപോയി. അടിപൊളി, സന്തോഷം. ശരിയാണ്. ബൈ. മനസ്സിലായില്ലേ? സിനിമ കണ്ടവരാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കിച്ചേട്ടൻ പറയുന്നത് ലാലേട്ടൻ ആറാടുകയാണെന്നാണ് പറയുന്നത്. അതായത് ക്രിസ്മസും ന്യൂ ഇയറും കൊണ്ടുപോയി, ലാലേട്ടൻ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ചെകുത്താൻ എന്തുകൊണ്ട് പടം കാണാതെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമന്റ്സ് ആളുകൾക്ക് പാസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു സിനിമ കാണാതെ ഇങ്ങനെ വന്ന് ഇത്രയും കുറ്റം പറയാം? ലാലേട്ടനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊരു സിനിമയെ അടച്ചാക്ഷേപിച്ചല്ല പറയേണ്ടത്. ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയോ നാളത്തെ, എത്രയോ ആളുകളുടെ, എത്രയോ തൊഴിലാളികൾ ഇതിനകത്ത് A to Z എന്തുമാത്രം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാട്, അതിന്റെ ഒരു ഫലമാണ് സിനിമ. നിങ്ങൾക്ക് വന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കമന്റ് പറയാൻ കൊള്ളത്തില്ലാന്ന്. അതിന് പിന്നിലുള്ള എഫേർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയവർ ഒരിക്കലും പറയത്തില്ല. അതും പടം സൂപ്പർ ഹിറ്റായിരിക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എനിക്ക് അത്രയ്ക്കും വിഷമം. ഞാൻ അത്രയും കട്ട ലാലേട്ടൻ ഫാനാണ്. എനിക്ക് സിനിമ ഇതുവരെയും കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ടിരിക്കും, ഉറപ്പായിട്ടും ഞാൻ കണ്ടിരിക്കും. നേരെ പോകും, നേരെ വരും. എന്തൊക്കെ ബഹളമാണ്? ഒരു മഴവും ഇല്ല. കോക്ക് മേടിച്ചിട്ടാണ് കോക്ക് മോഹൻലാൽ ഫാൻസിന്റെ മുറിയിലെങ്ങാണ്ടാണ് കോക്കിരുന്ന എനിക്ക് സംശയമുണ്ട്. ചുമ്മാ ഓരോരുത്തരും തള്ളി വിടുവാന്നേ. പണമൊന്നും അത്ര ഗുണമൊന്നുമില്ല. ആരാ പറഞ്ഞേ? മോഹൻലാൽ ഫാൻസ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു കേട്ടാ. അയ്യോ, മോഹൻലാൽ ഫാൻസ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും ഇല്ല. പണം സൂപ്പർ. മോഹൻലാൽ പോലെ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ചിട്ടില്ല. എവിടെ എവിടുത്തെ പെർഫോമൻസിന്റെ ആയി പറയുന്നത്? തള്ളിനൊക്കെ ഒരു പരിചയമില്ല രായപ്പ, ഇങ്ങനെ തള്ളാവോ? സാധാരണ പടം കണ്ട പോലെ പൊക്കോളം. അല്ല, ഇറങ്ങി വന്നിട്ട് ഒരു മാതിരി ഇതങ്ങനെ അറ്റത്തെ പറയുമ്പോൾ ആൾക്കാർ ഇത്രയും മണ്ട ഫാൻസ്, ഇതാണ് ഏറ്റവും വലിയ സിനിമ, ഇത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ പെർഫോമൻസ് പറയും. അവിടെ ചിലപ്പോൾ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ഈ മോഹൻലാലിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നത് വിചാരിക്കുന്നത്. എല്ലാത്തിനും പറ്റുന്നില്ല, വയ്യ. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള താള് ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ചുമ്മാ അച്ഛേ ഇത് നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ വിചാരിച്ചാണ് തള്ളി വാങ്ങിക്കുന്നത്. ബാക്കി കണ്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു വളരെ മോശം. അയ്യോ, മേനക്കെട്ട് പോയെന്നൊക്കെ പറയാം തിയേറ്ററിൽ. ഇതൊന്നും ഇങ്ങനെ തള്ളുന്ന പൈസ കിട്ടുന്നുണ്ട്. ടിക്കറ്റ് കിട്ടിയോണ്ടാണ് അത് കള്ളവല്ല കിട്ടുന്നത്. എന്താ കിട്ടിയത്? ഭയങ്കര കള്ളല്ല. അല്ലാത്തവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഫ്രീ ടിക്കറ്റ് സിനിമ കണ്ട ഊച്ചാളികൾ കൂടുതലൊക്കെയാണ് വൻ പാടാം. അല്ലാത്തവർക്കൊക്കെ നോർമൽ സിനിമ അല്ലേ? കണ്ടവരെന്ന് പറഞ്ഞു നോക്കട്ടെ. ടിക്കറ്റ് ഫ്രീ കിട്ടിയ ഊളകളൊന്നും ഇങ്ങോട്ട് വന്ന് പറയാനുണ്ടോ? വേറെ ആർക്കും അങ്ങോട്ട് വലിയ അതിശയൊന്നും തോന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ എങ്ങനെ അതിശയിക്കാൻ എന്തായിരിക്കുന്നത്? ഒരു സാധാരണ നോർമൽ പടം വന്നത് അല്ലാതെ അപ്പുറത്തോട്ട് ഞാൻ പറയുന്നൊന്നും ഇല്ലെന്നാ എല്ലാവരും
ബാക്കിയില്ല, മുഴുവൻ ഇറക്കി അതിനകത്തോട്ട് നേരെ നേരെ ഇങ്ങനെ വരുവാ. അവിടെ എവിടെ നിന്ന് ഇറങ്ങി വന്നവന്മാരാണ് മോഹൻലാലിന്റെ നേര് നീരാവിക്കാതെ ഇന്ന് നാളെ കഴിയുമ്പോൾ നീരാവുന്നുണ്ടോ നമ്മുടെ കുടുംബമായിട്ട് ഏറ്റെടുക്കും. അത് നമുക്ക് നാളെ കേൾക്കാം കേട്ടോ. നാളെ കഴിയുമ്പോഴത്തേക്കിന് നാളെ കൂടെ കാണും ഞായറാഴ്ച. അപ്പൊ ചെകുത്താന്റെ ഈ സിനിമയെ കുറിച്ചിട്ടുള്ളത് കാര്യം ചെകുത്ത സിനിമ കാണാതെയാണ് സാധാരണ സിനിമയെ കുറിച്ചിട്ട് വിമർശിക്കാറുള്ളത്. കാരണം സിനിമ കണ്ട ആൾക്കാരോട് സിനിമയുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞ ചെകുത്താൻ സിനിമയുടെ അഭിപ്രായം പറയുന്നത്. പക്ഷേ ഞാൻ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. ഞാനൊരു കട്ട മമ്മൂട്ടി ആരാധകൻ തന്നെയാണ്. അതിനകത്ത് പറയാൻ അഭിമാനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇതുപോലെ ഊളം തിരക്കുകൾ കമന്റുകളൊക്കെ ഇട്ടിട്ട് നമ്മളെ തെറി വിളിക്കുന്ന അത് നിന്റെ അപ്പോഴ് ഒരു മമ്മൂട്ടി ഫാനാണ് പറയുന്നത്, മനസ്സിലായ? അടിപൊളി പടമെന്ന്. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്തിനാണ് ചെകുത്താൻ ഇത്ര നാണം കെട്ട പരിപാടി? അറ്റ്ലീസ്റ്റ് നിങ്ങളെ പടം ഒന്ന് കണ്ടിട്ട് പറഞ്ഞ വീണ്ടും നമുക്ക് സമ്മതിക്കും. ഈ പടം പോലും കാണാതെ നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.